ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് പുറത്തല്ല അകത്താണ് വീഡിയോസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മൾ ചെടികൾ കൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് മറ്റേ വാൾപേപ്പറൊക്കെ വാങ്ങിച്ചോട്ടിച്ച് കല്ലൊക്കെ വെച്ച് ചെയ്തേക്കുന്നതാണ് വാഷിംഗ് ബേസിൻ്റെ ഏരിയയിൽ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് നാച്ചുറലായിട്ട് ചെടി കൊണ്ട് തന്നെ നമ്മളുടെ വീടിൻ്റെ ഉള്ള അലങ്കരിച്ച് അങ്ങനെ വെക്കാനുള്ള വീഡിയോ ആണ് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നേക്കാളും നന്നായിട്ട് ഇങ്ങനത്തെ ഒറിജിനാലിറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടും കാണാനായിട്ട്. പിന്നെ കാശ് ചെലവൊന്നും അധികം ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മ വൈറ്റും ബ്ലാക്കും കല്ല് വാങ്ങിച്ചിട്ട് സിമെന്റ് പരിക്കം പോലെ കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കല്ലുകൾ കുത്തിയിറക്കി വെച്ചാണ് കേട്ടോ. നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് ഏരിയ നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിറർ വെച്ചേക്കാണ്. പിന്നെ രണ്ട് സൈഡിലും പച്ച കളറുള്ള ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആട്ടാ. ഇത് പൊടി പിടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഇടയ്ക്കെടുത്ത് കഴുകി പിന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ പിടിപ്പിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ആണി അടിച്ചിട്ട് ഇതിന്റെ നേരെ താഴെ തന്നെ ആണി അടിച്ചിട്ട് നൂൽക്കമ്പി ഇവിടേക്ക് വലിച്ചു കെട്ടിയേക്കാം കേട്ടോ. ഇതിന്റെ മുകളിൽ കൂടെ വലിച്ചു കെട്ടി വെച്ചേക്കുന്നതാണ്. അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ രീതിയിൽ തന്നെ ഒരു വാൾപേപ്പർ വാങ്ങിച്ചൊട്ടിച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു സ്വിച്ച് ബോർഡ് ഉണ്ട്. അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. സ്വിച്ചുകൾ ഇട്ടിട്ട് ഇവിടെ അതിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് കല്ലിന്റെ ഒരു മോഡലാണ് കേട്ടോ. അത് ഈ വാൾപേപ്പർ അതിവിടെ ചെയ്തിട്ട് ഒരു 5-6 വർഷമായിട്ടുണ്ട്. അപ്പൊ മെയിൻ്റെനൻസും കുറവാണ്. ഇതിപ്പോ നമുക്ക് കഴുകി എടുക്കാട്ടെ. നമ്മൾ വാഷ് ബേസിൻ കഴുകുമ്പോൾ ഇവിടെ നമുക്ക് തേച്ചെഴുകി എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിലിരിക്കുകയും ചെയ്യും. അപ്പൊ ഇനി നമ്മള് വാഷിംഗ് ബേസിന്റെ ഈ ഭിത്തിയിലാണ് സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഈ വശത്തോളം ഭിത്തിയിലാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മളിവിടെ ഒരു പോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ട് ഭിത്തി വയ്ക്കുന്ന പോട്ട് വാങ്ങിക്കാനുണ്ടല്ലോ. അങ്ങനത്തെ ഒരു പോട്ട് വാങ്ങിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ഇട്ട വെക്കണത്. മണി പ്ലാന്റ് ആണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വെള്ളം നിറച്ച് വെച്ചേക്കണം. അപ്പൊ നമുക്കിനി ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പൊ ഇത് നമ്മ നീട്ടത്തിലുള്ളത് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തായിരുന്നത്. എന്നാലും നമുക്ക് ഓരോ ഷേപ്പിൽ വെച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുമ്മ നൂൽക്കമ്പി ചുറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെക്കാനായിട്ടാണ് നൂൽക്കമ്പി നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അത് ചുറ്റി കഴിഞ്ഞാൽ നമുക്കിത് അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കാം കേട്ടോ. നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പിന്നിന്റെ ഉള്ളിലാണ് നമ്മൾ കൊളുത്തിയിടുന്നത് കേട്ടോ. ഇതിപ്പോ ഞാനിവിടെ ഫ്രെയിമിൽ വെച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊളാഷ് പോലെയൊക്കെ നമ്മുടെ ഫാമിലി ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഭംഗി കിട്ടും. നന്നായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പൊ നമ്മൾ ഫ്രെയിം വെക്കുമ്പോഴും ബ്ലാക്ക് ഫ്രെയിം വെക്കും. കാരണം വൈറ്റിൽ ബ്ലാക്ക് വരുമ്പോഴേക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ബ്ലാക്ക് വെക്കാൻ നോക്കാം.
അപ്പൊ ഇതിപ്പോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന് കുറച്ചും കൂടി ഒക്കെ നീട്ടം വരുമ്പോ നല്ല ഭംഗിയിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രെയിമുകളും കൂടി സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.